السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളും മുഹ്സിനുകളുമായി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികൾ ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്. പൊതുവേ നമ്മൾ വിചാരിക്കും ആളുകൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ അല്ലേ, എന്നിട്ടും എന്താണ് ആളുകൾ ഇസ്ലാമിനെ തന്നെ പല രൂപത്തിൽ ആചരിക്കുന്നത്? മുസ്ലിങ്ങൾ തന്നെ പല വിശ്വാസങ്ങളും പല പാർട്ടികളും പല സംഘടനകളുമായി നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യർക്ക് നല്ല ബുദ്ധി നൽകിയിട്ടുണ്ട്, വിവേചന ശക്തി നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വലിയ വലിയ ബുദ്ധിജീവികൾ പോലും നഗ്ന സന്യാസിമാരുടെ മുന്നിൽ കുമ്പിടാൻ, കല്ലിനെ ആരാധിക്കാൻ, മയ്യത്തുകളെ പൂജിക്കാൻ. അതിൻ്റെ അർത്ഥം ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്നല്ലേ? ചിന്തിക്കുന്ന ആളുകൾ മക്ബറുകളിൽ മറമാടപ്പെട്ടവരെടുത്തു പോയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഏറ്റുപറയോ? അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ നിലനിർത്താൻ കഴിഞ്ഞില്ല, അവിടെ മരിച്ചുപോയത്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാലോ, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ പടച്ചോനാണ് എന്ന് വരെ പറയുന്ന ഒരു ഉണ്ടായിരുന്നു. അയാൾ മാനസിക രോഗിയായിട്ടാണ് ജീവിതത്തിന്റെ അവസാന കാലത്ത്. സ്വന്തം രോഗം ശിഫയാക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല, സ്വന്തം കുടുംബം ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരം ആളുകളാണ് നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ടും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദുആയോടുകൂടി വരാത്തത് കൊണ്ടും മാത്രമാണ് ഈ വ്യതിയാന കക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആര് എന്ത് ചെയ്താലും അതൊന്നും സാരമില്ല, അതൊക്കെ അള്ളാഹു അവസാനം മാപ്പാക്കി കളയും. ചെറിയ ആളുകൾ ഒന്നായിട്ട് അള്ളാഹു നരകത്തിലിടുമോ? അപ്പൊ അവസാനം അള്ളാഹു മാപ്പ് തരുമെന്നുള്ള വിശ്വാസം എല്ലാവരുടെ കയ്യിലുണ്ട്. അങ്ങനെ അള്ളാഹു നമുക്കൊരു ഉഴുതറ് തന്ന് നമ്മൾ അവസാനം എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തും. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. ജിന്ന് ഇൻസിലെ ഭൂരിപക്ഷത്തെ അള്ളാഹു നരകത്തിലേക്ക് വേണ്ടിയാണ് പടച്ചത്. അള്ളാഹുവിന് നരകത്തിലേക്കല്ലാതെ ആളുകളെ പടക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചു. ഒരു മലക്കെങ്കിലും നരകത്തിൽ പോകുമോ? ഇല്ല. അപ്പൊ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് മാത്രം പോകുന്ന സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. ജിന്നുകളുടെ കാര്യത്തിലും അവരെ അള്ളാഹു വ്യക്തമായ സ്വർഗത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കാനും അത് അള്ളാഹുവിൽ നിന്നുള്ള മാർഗം തന്നെയാണ് എന്നുള്ള തെളിവുകൾ നൽകാനും, എന്നിട്ട് ആരൊക്കെ അത് സ്വീകരിക്കുന്നുണ്ട്, അള്ളാഹു കൊടുത്ത ബുദ്ധിയെയും വിവേചന ശക്തിയെയും അവരെത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നെന്ന് നന്ദി കാണിക്കുന്നവരാരാണ് എന്ന് പരിശോധിക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. നബ്തലിഹി, നാം അവനെ പരീക്ഷിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ, അതിനാൽ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി. അപ്പൊ നമ്മൾ കാര്യങ്ങൾ കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം. ഈ കണ്ടുപഠിക്കാനും കേട്ടുപഠിക്കാനും തയ്യാറില്ലാത്തവരാണ് വ്യതിയാനങ്ങളിൽ പെട്ടുപോകുന്നത്. 3 മേഖലകളിലാണ് അടിസ്ഥാനപരമായി മുസ്ലിം പ്രസ്ഥാനങ്ങൾക്കിടയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, വിധിവിശ്വാസം. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് സംബന്ധിച്ച് 2 വീക്ഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് വിശദീകരിക്കാം. ഒന്ന്, ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിധി മാത്രമേ നടക്കുന്നുള്ളൂ.
നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിനനുസൃതമായി ഒരു പ്രതിഫലം തരിക എന്ന ഒരു രീതിയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ഇനി ശിർക്ക് തന്നെ ചെയ്തു പോയാലും അവരതിന് ഉത്തരവാദിയല്ല. കാരണം അള്ളാഹു വിധിച്ചതല്ലേ വരുന്നത്. ആത്യന്തികമായി അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിൽ തന്നെ പ്രവേശിപ്പിക്കുമെന്നിടത്താണ് ഇതിന്റെ അതിവാദം. ഇത്തരം ആളുകൾ അറിയപ്പെടുന്നത് വിധിയെ അവലംബിക്കുന്ന, വിധി മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ജബരിയത്ത്, അൽ ജബരിയത്ത്, ജബരിയാക്കൾ എന്ന് പറയും. വിധി അനുസരിച്ച് നമ്മൾ സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലെത്തും, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലെത്തും. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് സ്വർഗം കിട്ടുമോ, ഞാൻ നരകത്തിൽ എത്താതെ പോകുമോ, ഈ ബേജാറ് വേണ്ട. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പരിശോധിച്ചാൽ, സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ ഓരോ സെക്കൻഡ് ഊണിലും ഉറക്കത്ത് ഞെട്ടിയണീക്കും നരകത്ത് പോകുന്ന പേടിച്ചിട്ട്. അവർ കരയും, സങ്കടപ്പെടും. ഖബറിന്റെ അരികിൽ നിന്നാൽ ധാരധാരയായിട്ട് കണ്ണീര് താടിരോമങ്ങളോട് ഒഴുകിക്കൊണ്ടിരിക്കും സ്വഹാബികൾ. എന്താ കാരണം? അവർക്ക് ബേജാറുണ്ട്, ഞങ്ങൾ നരകത്ത് പോകും. പക്ഷെ അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കും എന്ന് വിശ്വസിച്ച് ലാഘവത്തോടു കൂടി ജീവിക്കുന്ന ആളുകളോ അവർക്ക് ബേജാറുണ്ടാവില്ല. മനസ്സിലായില്ലേ? അള്ളാഹു വലിയ കാരുണ്യവാനല്ലേ, അവൻ അവസാനം എല്ലാം മാപ്പ് തരും. പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്, എന്തിനാ നോമ്പ് വിൽക്കുന്നത്, എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? ഇബ്ലീസ് ഉണ്ടാക്കുന്ന ചിന്തയാണ്. ഇതിൽ നിന്ന് വന്ന അതിന്റെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇർജാ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. മുർജിയാക്കൾ എന്ന് പറയും. അവർ പറയുന്ന ആരെങ്കിലും ശിർക്കും കുഫറും തിന്മയുമൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവർ നരകത്തിലാണെന്നോ അവർക്ക് അള്ളാഹു ഇതിന്റെ പേരിൽ നരകം കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കാൻ നിൽക്കണ്ട. അവരുടെ കാര്യം നിങ്ങൾ അള്ളാഹുവിലേക്ക് വിടുക, നീട്ടിവെക്കുക. ഇർജാ എന്നതിന് പറയാം. കേൾക്കാൻ സുഖമുണ്ട്, എന്നാൽ വലിയ ദുനിയാവിൽ തമ്മിലടി ഉണ്ടാവില്ല. ഒരാളിപ്പോൾ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, ശിർക്ക് ചെയ്യുന്നു, അയാൾ ഖബർ പൂജ നടത്തുന്നു, ജന്മദിനം കഴിക്കുന്നു, മുഹമ്മദ് നബിയെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് നബിയെ എന്റെ പാപം പൊറുക്കണമെന്ന് മങ്കൂസ് മൗലിദ് ചെല്ലുന്നു, സുബ്ഹാന മൗലിദ് ചെല്ലുന്നു, എന്നിട്ട് മുഹമ്മദ് നബിയോട് നരകത്തിൽ നിന്നുള്ള മോചനവും ഒക്കെ ചോദിക്കുന്നു. ശരിയാണെന്നൊരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അയാളത് ചെയ്യുന്നതിന് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ഇളവും ഒരു പക്ഷേ അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരിക്കുമെങ്കിലോ, അള്ളാഹു നാളെ അയാളോട് വിട്ടുവീഴ്ച കാണിച്ചേക്കുമെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങളത് വല്ലാതെ വർത്താനം പറയാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട. സംഗതി പല വിഷയങ്ങളും, ഇതിപ്പം മുസ്ലിങ്ങൾക്കിടയിലുള്ള അവാന്തര വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന് പുറത്തുള്ള വിശ്വാസങ്ങളിലും ഈ ലഘുമനസ്ഥിതിയുണ്ട്. പണ്ടൊരു രാജാവ് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ പൂജിച്ചു. ഒരു അസുരനാണ്, ഒരു അസുര രാജാവാണ്. അങ്ങനെ അയാൾക്ക് വലിയ ഒരു മെറിറ്റ് കിട്ടി. അവരുടെ ഭാഷയിൽ ദൈവം എന്നാണ്, നമ്മൾ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ദൈവത്തിന്റെ മെറിറ്റ് കിട്ടി ആർക്ക്? അസുരൻ. അങ്ങനെ അസുരൻ ദൈവമായി. അങ്ങനെ അയാൾക്ക് ദുനിയാവിൽ വലിയ പദവികളും സ്ഥാനമാനങ്ങളും ദൈവത്തിൻ്റെതായ ചില യോഗ്യതകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ അസൂയ പോണ്ട യഥാർത്ഥ ദൈവങ്ങൾ എന്ത് ചെയ്തു? വാമനൻ എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞയച്ചു. അതായത് ഒരു അടിസ്ഥാന ദൈവത്തിന്റെ അവതാരങ്ങളിൽ ഒന്നാണ് എന്നാണ് കഥ. അയാൾ വരുന്നു. ആരാണ് തൃക്കാക്കരയപ്പൻ? ആരാണ് വാമനൻ? ഇതൊക്കെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനം വാമനൻ അയാളെ ഒരു കൃത്രിമത്വത്തിലൂടെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി. ഒരു കഥയാണ്. കഥകളാണല്ലോ പല മതങ്ങളുടെയും ആധാരമായി നിൽക്കുന്നത്. ഇതിഹാസം എന്നവർ പറയും. കഥ എഴുതിയുണ്ടാക്കിയിട്ട് ഇത് യഥാർത്ഥം സംഭവിച്ചതുപോലെ. എന്നിട്ട് കഥാപാത്രങ്ങൾ ജനിച്ച സ്ഥലത്ത് ഞങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഒരു രാഷ്ട്രവും അതേപോലെ തന്നെ സുപ്രീം കോടതിയും വരെ അതിന് അനുകൂലം നിൽക്കുന്ന ഒരു ബുദ്ധിയില്ലാത്തവരുടെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയല്ലേ മനുഷ്യന് ചിന്താശേഷിയുള്ളൂ. ഒരുത്തനൊരു കഥയിൽ എഴുതി വെച്ച അയാൾ ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരാളൊരു കഥ പറയുമ്പോൾ ഒരാൾ സ്ഥലത്ത് ജനിച്ചു എന്ന് പറയില്ലേ, ആ സ്ഥലത്താണ് അയാളെ യഥാർത്ഥ ജന്മസ്ഥലം. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാലയം ഉണ്ടാക്കണം. പക്ഷെ അവിടെ മുസ്ലിം പള്ളിയാണ് ഉള്ളത്. എന്നിട്ട് ആ കഥയിലുള്ള അതിനനുസരിച്ച് അവർക്ക് ആരാധനാലയം ഉണ്ടാക്കി കൊടുക്കാൻ അനുവദിച്ചാലേ നമ്മൾ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാവുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിനനുസരിച്ച് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പലരും നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറയുന്ന വിഷയം അതല്ല. എത്ര വിവരക്കേടിലും അധമത്വത്തിലും ജാഹിലിയത്തിലുമാണ് നമ്മുടെ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുക. അപ്പം ഒരു വിഗ്രഹാരാധനയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് ഇത്രയും ലഘുവായ വിശ്വാസം. അതുകൊണ്ട് അവൻ ആരാധന നടത്തിയാൽ ആ ആരാധനയുടെ ദിവസം ഞാനും ആരാധനയുടെ വേഷത്തിലായിരിക്കും. എൻ്റെ സ്കൂളിലും കോളേജിലും സ്ഥാപനത്തിലൊക്കെ ഞാനും ആരാധന നടത്തും, ഞാനും പൂക്കളമിടും. ആരാധനയുടെ ഭാഗമായിട്ട് ശിർക്കിന്റെ ഒരു പായസം ഉണ്ടാക്കിയാൽ ഞാനത് ആദ്യം കുടിക്കും. പറ്റെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യും. അതുകൊണ്ട് എന്ത് കിട്ടും? കയ്യടി കിട്ടും. ആ കയ്യടി കൊണ്ട് അയാൾക്ക് അവിടെ കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും ഗുണമുണ്ട്? പരലോകത്തെത്തിയാൽ ഇത്തരം ആളുകളുടെ അവസ്ഥ എന്താണ്? ശിർക്കൻ വിശ്വാസങ്ങൾ, സൃഷ്ടിപൂജ,
അതുമായി ബന്ധപ്പെട്ട ആരാധനകൾ, ആ ആരാധനകളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ, ആ ഉത്സവം കഴിക്കുന്നവരുടെ ശിർക്കൻ സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങളോട് സഹകരിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും? അതീവ ഗുരുതരമായൊരു വിഷയമാണ്. ഇത് ചിന്തിക്കാൻ നമുക്ക് നേരല്ല. ആരെങ്കിലും ഈ വിഷയം എടുത്തു പറഞ്ഞാൽ ഇവൻ രാജ്യവിരുദ്ധനാണ്, ഇവൻ തീവ്രവാദിയാണ്, ഇവൻ ദാഇശാണ്, ഇവൻ ഐസിസാണ്. ഐസിസുകാർക്കെതിരെ ഏറ്റവും ശക്തമായ മുറവിളി കൂട്ടുകയും, ഐസിസ് അല്ലെങ്കിൽ ദാഇശ് എന്ന് പറഞ്ഞാൽ അത് തനിച്ച പിഴച്ചുപോയ ഖവാരിജ് വിശ്വാസികളാണ് എന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബുന്നാർ, നരകത്തിലെ നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ച തമ്മാടികളാണ് എന്നും വളരെ വ്യക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ബഹുജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ദായിമാരെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ബഹുജനങ്ങളിൽ ചിലർ പറയുന്നത് ഇവരെ ഐസിസിന്റെ ആൾക്കാർ. അവർ കണ്ടില്ല നിര്യാണ്ട മുകളിൽ തുന്നെടുക്കുന്നു, ഇവരെ പെണ്ണുങ്ങളൊക്കെ മുഖം മറച്ചു നടക്കുന്നു. നോക്കണേ, അവനാന്റെ ഭാര്യയും മക്കളും പെൺമക്കളും അവർ തന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയുള്ളൂ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും സ്വഹാബ വനിതകളും ഒക്കെ സ്വീകരിച്ച ആ പവിത്രമായ വസ്ത്രം സ്വീകരിച്ചതിന്റെ പേരിൽ പറയാണ് ഇവർ തീവ്രവാദികളാണ്. നല്ലൊരു വസ്ത്രം എടുത്ത തീവ്രവാദി. 5 നേരം പള്ളിയിൽ പോയാൽ പേടി, ഇവൻ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും, അവൻ തീവ്രവാദിയാണ്. താടി വളർത്തിയാൽ പേടി, താടി വളർത്തി ഉസാമ ബിൻ ലാദന്റെ താടിയാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കൽ പോലും ഒരു ചെറിയ കഷ്ണം പോലും മുറിച്ചു കളഞ്ഞിട്ടില്ലാത്ത, പൊടിഞ്ഞു പോയിട്ടില്ലാത്ത താടി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല. ഏതോ ഒരു സർക്കസുകാരുടെ നാടകക്കാരുടെ മുടിച്ചുകൾ കൊണ്ടുവന്നത് നബിയുടെ മുടിയാണ്, അത് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ജനതയുണ്ട്. അതിനുവേണ്ടി പൗരോഹിത്യത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനും അവർക്ക് പണം കൊടുക്കാനും മുസ്ലിങ്ങളായ ഒരു വിഭാഗമുണ്ട്. ആളുകൾ എങ്ങനെയൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും ഞങ്ങളുടെ ബിസിനസ് നന്നായി നടക്കുമെന്നറിയുന്ന ജൂദായിസം ഇസ്ലാമിനിടയിൽ ശൈഖുനമാരുടെയും ഖമറുല്ലമമാരുടെയും പേരിൽ വിലസുമ്പോൾ നമ്മളിവിടെ പറയാണ് നമ്മളും അതിനെ വല്ലാതെ എതിർക്കാനൊന്നും പോകണ്ട. എന്താ കാര്യം? അള്ളാഹു നാളെ അവർക്ക് ഇളവ് കൊടുക്കുകയാണെങ്കിലോ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. അള്ളാഹു ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി എന്ന് പറയില്ല. അള്ളാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിൽ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഇത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അതീവ ഗുരുതരമായ തിന്മ അവൻ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് സൂറത്തുൽ നിസായിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം കൃത്യമായി മുസ്ലിം ഉമ്മത്തെ അഖീദ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഖായിദകൾ 4 ഖായിദകൾ അൽ ഖവായിദുൽ അർബഅ അദ്ദേഹം എണ്ണി പറഞ്ഞു. അതിൽ 4ാമത്തെ ഖായിദ അൽ ഖായിദത്തു റാബിയ അദ്ദേഹം പറഞ്ഞു അന്ന മുശ്രികി സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്നവർ അഗ്ലദു ശിർകം മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരായ ശിർക്ക് ചെയ്യുന്നവരെക്കാൾ രൂക്ഷതയുള്ളവരാണ്. ആരെക്കുറിച്ചാണ് ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത് എന്നറിയാമോ? ചില ആളുകൾ വിചാരിച്ചു യഹൂദികളെ കുറിച്ചാണ്, ക്രിസ്ത്യാനികൾ അല്ല. അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഷിയാക്കളെ കുറിച്ചാണ് പറയുന്നത്, ഖബർ പൂജ നടത്തുന്നവരെ കുറിച്ചാണ് പറയുന്നത്, ജാറങ്ങൾ ഉണ്ടാക്കിയവരെ കുറിച്ച്. സൗദി അറേബ്യയിൽ വെച്ചാൽ പറയുന്നത്. അവിടെ ഇവിടെ മുസ്ലിം സൗദി അറേബ്യയിലുള്ള ആ നാട്ടുകാരായ ഖബർ പൂജ നടത്തുന്ന ഷിയാക്കളെ കുറിച്ചും അതേപോലെ തന്നെ അവിടെയുള്ള ഖബർ പൂജ നടത്തുന്ന സൂഫികളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഖബറാളികളെ വിളിച്ചു തേടുന്ന മുശ്രിക്കുകൾ ഉണ്ടല്ലോ, അവർ ആദ്യകാലത്ത് മുഹമ്മദ് നബിയുടെ കാലത്തുള്ള അബൂജഹലിനേക്കാളും മുത്തബത്തിനേക്കാളും ഷൈബത്തിനേക്കാളും അബൂലഹബിനേക്കാളും ഒക്കെ കഠിനമായ ശിർക്കുള്ളവരാണ്. അന്ന മുശ്രിക്കി സമാനിന അഗ്ലദു ശിർകം മിനൽ അവ്വലീൻ. കാരണവും പറഞ്ഞു, ലിഅന്നൽ അവ്വലീന യുശ്രികൂന ഫി റഖാ, സുഭിക്ഷതയുടെ സമയത്ത് ആദ്യകാലക്കാർ ശിർക്ക് ചെയ്തു. വയുഖ്ലിസൂന ഫി ശിദ്ദ, എന്നാൽ അവർ കാഠിന്യത്തിന്റെ അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ സന്ദർഭങ്ങളിൽ അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു. സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് അബൂലഹബും അബൂജഹലും. ശരിയല്ലേ? കപ്പൽ മുങ്ങാൻ നേരത്തെ അവർ ആരെ വിളിക്കുള്ളൂ? ലാത്തനെയും മനാത്തനെയും വിളിക്കൂല, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും വിളിക്കൂല, ജിബ്രീലിനെയും മീകായിലിനെയും വിളിക്കൂല. അതല്ലാത്തപ്പോഴൊക്കെ വിളിക്കും. അവർ സാധാരണ ജീവിതം നയിക്കുമ്പോൾ അവരുടെ വീട്ടിൽ നിത്യ ഉത്സവങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരുപാട് ദൈവങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട്. പക്ഷേ സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ, ശിദ്ധത്തിന്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവെ മാത്രം വിളിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഷിയാക്കളുണ്ടല്ലോ, ഖബർ പൂജ നടത്തുന്ന മഖബറകൾ കൊണ്ട് നടത്തുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാണ് എന്താണ്? വമുശ്രിക്കൂ സമാനിന, നമ്മുടെ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ശിർക്കും അവരുടെ ശിർക്ക് ദായിമുൻ ഫിർ റഖാഇ വശിദ്ദ, ക്ഷേമത്തിലും ക്ഷാമത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും ഒരുപോലെ അവർ അല്ലാത്തവരെ ആരാധിക്കും.
സന്നിഗ്ധ ഘട്ടങ്ങൾ വന്നാലും ബദരീങ്ങളെന്നാ വിളിക്കാം. ബസ് മറിയാൻ പോകുമ്പോഴും വിളിക്കുന്നത് CMA എന്നാ, അള്ളാഹുവിനെ വിളിക്കുന്നില്ല. മക്കാ മുശ്രിക്കുകൾ സന്നിഗ്ധ ഘട്ടങ്ങൾ അള്ളാഹുവെ മാത്രം വിളിച്ചു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെക്കാൾ രൂക്ഷതയും കാഠിന്യവുമുള്ള മുശ്രിക്കുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ വേഷമിട്ട് ശൈഖുനമാരായും ശംസുൽ ഉലമമാരായും ഖബറുൽ ഉലമമാരായും താജുൽ ഉലമമാരായും ചമഞ്ഞുകൊണ്ട് എവിടെ നിന്നെങ്കിലും സർക്കസുകാരന്റെ കൃത്രിമ മുടി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുടി പറിച്ചു കൊണ്ടുവന്ന് ഇത് മുടിയാണോ എന്ന് പോലും നമുക്കറിയില്ല, നബിയുടെ മുടിയാണ് ഇത് തെറ്റിദ്ധരിപ്പിച്ച് കച്ചവടം ചെയ്ത് അത് പറയാനും ബഹുജനങ്ങളുടെ മുന്നിൽ വന്ന് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും മടിയില്ലാത്ത തനിച്ച പൗരോഹിത്യം, യഥാർത്ഥ ജൂദായിസം ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയേറെ പടർന്നു വന്നിട്ട് നമ്മൾ പറയാണ് അവർക്ക് അള്ളാഹു നാളെ മാപ്പ് കൊടുത്തേക്കും, ഉഴുതറുണ്ടാവും. ആ പൂതി അവിടെ വെച്ചാൽ മതി. അള്ളാഹു അതീവ ഗൗരവത്തോടു കൂടിയാണ് ദീനിന്റെ വിഷയങ്ങൾ പറയുന്നത്. ശിർക്ക് ചെയ്താൽ എത്ര വലിയ ശൈഖുനായിട്ടും കാര്യമില്ല, ഖമറുലമയായിട്ടും കാര്യമില്ല, ലോകത്തെല്ലാവരും പടച്ചോനെന്ന് വിളിച്ചിട്ടും കാര്യമില്ല. സൃഷ്ടിയാണോ അള്ളാഹു അവനെ അപമാനിക്കും. നാളെ അള്ളാഹുവിന്റെ അരികിൽ പതിതരായി കടന്നു ചെല്ലേണ്ടി വരും, നരകത്തിന്റെ അടിത്തട്ടിൽ വെന്തുരുകേണ്ടി വരും. ശിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹുവിന് സ്വർഗം നിഷിദ്ധമാക്കി. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, സഹായികളായി അവർക്ക് ആരുമില്ല. ഇത് ക്ലിയറാണ് വിഷയം. എന്തിനാണ് നമ്മൾ ഈ ശിർക്കന്മാർക്ക് ഇളവ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ശിർക്കന്മാർക്ക് ഇളവ് കൊടുക്കാൻ നിങ്ങളെയും എന്നെയും ആരാണ് ഏൽപ്പിച്ചത്? ആർക്കെങ്കിലും ഇളവ് കൊടുക്കണോ വേണ്ടേ? അള്ളാഹു തീരുമാനിക്കും. നമ്മുടെ നാട്ടിൽ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് അറിയാൻ അവസരമില്ലാതെ പോകുന്ന ഏത് നാട്ടുകാരാ ഉള്ളത്? പറ നിങ്ങൾ. ഏത് നാട്ടിലാണ്? അവിടെ ഒരു നാടുണ്ട്, അതിങ്ങനെ ആദിവാസി ഊരുകൾ പോലെയാണ്, അവിടെ തൗഹീദ് ശിർക്കൊന്നും അറിയില്ല. അങ്ങനെ ഏത് നാടാണ് നമ്മുടെ നാട്ടിലുള്ളത്? കൃത്യമായ ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ ഒന്നുമില്ലെങ്കിലും തൗഹീദ് പറയുമ്പോൾ നമ്മുടെ തൗഹീദ് ശരിയല്ലെന്നും ഇവർ പുത്തൻവാദികളാണ് എന്നും പറയാനുള്ള വിവരമുള്ള പണ്ഡിതന്മാരാണല്ലോ ഈ ശിർക്ക് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും അവർ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ന്യായം പറയാൻ ആരാ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തിനാ നമ്മുടെ നാട്ടുകാർക്ക് മാത്രം കൊടുക്കുന്നത്? അബൂജഹലിനും മുത്തുബത്തിനും ഷെയ്ബത്തിനൊക്കെ ഈ ഇളവ് കൊടുക്കാലോ. ആരും ഇവിടെ ശിർക്കും കുഫറും ബിദ്അത്തും നബിദിനവും ഓണാഘോഷവും ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഇളവ് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്നത് കിട്ടിയത്? അള്ളാഹു പറഞ്ഞോ ഞാൻ ഇളവ് കൊടുക്കുന്നുണ്ട്? അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, വിവേചന ശക്തി നൽകിയിട്ടുണ്ട്, റസൂലുമാരെ അയച്ചിട്ടുണ്ട്. ആ ദഅവത്ത് ഖിയാമത്ത് നാൾ വരെ എല്ലായിടത്തും ഖുർആനാ പറയുന്നത് വഇൻ മിൻകും ഇല്ലാ ഖലാ ഫീഹാ നദീർ, നിങ്ങളിൽ റസൂലുമാരെത്താത്ത ആരുമില്ല, അള്ളാഹുവിന്റെ സന്ദേശം എത്താത്ത ഒരാളും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇസ്ലാമിന്റെ വഴിയിലേക്ക് എത്തി, പക്ഷെ അത് പഠിക്കാനോ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല, അയാൾ മരിച്ചുപോയി. അയാൾക്ക് ഇളവുണ്ട്. ഇളവ് കിട്ടുന്ന വ്യക്തികളുണ്ടായിരിക്കാം. വ്യാപകമായി ഇവിടെ ശിർക്കും കുഫറും ചെയ്യുന്ന എല്ലാവർക്കും ഇളവുകളുണ്ടെന്നും അവരൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നും അവരുടെ പിറകിലൊക്കെ നമുക്ക് നിസ്കരിക്കാമെന്നും അവരറുത്തതൊക്കെ നമുക്ക് കഴിക്കാമെന്നും എന്തിനാണ് ഈ ബഹുദൈവാരാധകരായ ഖുബൂരികളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്? നമ്മുടെ അഖീദ ശരിയാകണമെങ്കിൽ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പിറകിൽ നിസ്കരിക്കണം, അവരറുത്തത് മാത്രം കഴിക്കണം. ആ നിലവാരത്തിൽ വിശ്വാസത്തിന്റെ കലർപ്പില്ലായ്മ കാത്തു സൂക്ഷിക്കുന്ന, അതിന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ, മുവഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد اما بعد فاوصيكم ثانيا واياي بتقوى الله. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫറബ്ബി സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് തന്നെ സത്യം. ഇന്നഹു ലഹഖുൻ, പരലോകം സത്യമാണ്. മിസ്ലമാ അന്നക്കും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് സത്യമായതുപോലെ. നമ്മൾ വർത്താനം പറയുന്നുണ്ടല്ലോ, സത്യമാണ്. ഇതുപോലെ ലോകം അവസാനിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ സത്യമാണ് മരിക്കുമെന്നുള്ളത്. ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റ് വരും എന്ന് പറയുന്നത് പോലെ സത്യമാണ് മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതും രാവിലെ എണീക്കുന്നതും എന്തിനേയും കൂടി തെളിവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകം അവസാനിച്ച് രണ്ടാമതൊരു യഥാർത്ഥ ജീവിതത്തിലേക്ക്, അവിടെ വിട്ടുവീഴ്ചകളും ഇളവുകളും ഒന്നും അള്ളാഹു ആർക്കും വെച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗങ്ങൾ ക്ലിയറാക്കി പോകണം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വിട്ടുവീഴ്ചയല്ല. എല്ലാ വിട്ടുവീഴ്ചയും നമ്മൾ എപ്പോൾ സംഘടിപ്പിക്കണം? മരിക്കുന്നതിന് മുമ്പ് സംഘടിപ്പിക്കണം. മരണം എന്നാണ് നമുക്കറിയില്ല, എന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലിയർ ആയിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായിരിക്കാനും
അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് അല്ലാത്തത് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തൗബ ചെയ്യലും പൊരുത്തപ്പെടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ക്ലിയർ ആക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി അങ്ങേയറ്റം ഉയർത്തിയിട്ടുണ്ട്. ലോകങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമായി മുഹമ്മദ് നബി അയച്ചതുകൊണ്ട് മറ്റു റസൂലുമാരുടെ മുകളിൽ അഷ്റഫുൽ ഹൽഖ് ഒരു പ്രത്യേക സ്ഥാനം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. മഖാം മഹ്മൂദ്, സ്തുത്യർഹമായ ഒരു പദവിയുണ്ട്. മാത്രവുമല്ല, മുഹമ്മദ് നബിയോട് കൂടി ഈ റിസാലത്ത് അവസാനിപ്പിച്ചു. ഇനി ഒരു നബി അയക്കൂല. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഉള്ള പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ഇത്രയും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ മുഹമ്മദ് നബിയെ നമ്മൾ സ്നേഹിക്കണം. എത്ര സ്നേഹിക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ലാ ലാ യാ ഉമർ, ഉമർ നീ പറഞ്ഞത് ശരിയായിട്ടില്ല, ഇങ്ങനെ പറയണ്ട. അപ്പൊ അദ്ദേഹം തിരുത്തി. എന്ത്? എനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവും അവന്റെ റസൂലുമാണ്. ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നെക്കാളും, എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ മക്കളെക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങേയാകുന്ന റസൂലെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ശരിയായി. അല്ല ആനയാഴും അതിപ്പോ ശരിയായി. ആദ്യം പറഞ്ഞു ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ നമ്മെക്കാളും സ്നേഹിക്കുന്ന ആരെയാണ്? അള്ളാഹുവിന്റെ റസൂലിനെയാണ്. റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ പ്രവർത്തിക്കാത്തതോ പഠിപ്പിക്കാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതായ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരും. അതെന്നെ പഠിക്കാൻ മാത്രമുണ്ട്, അതെന്നെ പകർത്താൻ മാത്രമുണ്ട്. നബിചര്യ തന്നെ നമുക്ക് നേരം വെളുത്തെണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ കണിശമായി പുലർത്താനുണ്ട്. ഇവിടെ വലിയ നബിദിനാഘോഷങ്ങൾക്ക് താരപരിവേഷമുള്ള അതിഥികളായി ആനയിക്കപ്പെടുന്ന പല തങ്ങന്മാരുമൊക്കെ ക്ലീൻ ഷേവ് ആയിരിക്കും. നിങ്ങൾ എന്തിനാ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുകൊണ്ട്. അവർ നബിയെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുക, ആദ്യം താടി വളർത്താൻ പഠിക്കും. നബിചര്യയാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ യഹൂദ ക്രൈസ്തവരുടെ ആചാരങ്ങൾ കൊണ്ടുവന്നിട്ടല്ല. ജന്മദിനാഘോഷം യഹൂദ ക്രൈസ്തവരുടെ ആചാരങ്ങളാണ്. ഇസ്ലാമിൽ എവിടെയാണ് ജന്മദിനാഘോഷമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബികൾ ഏതെങ്കിലും ഒരു വർഷം, നബി മരിക്കുന്ന ആ വർഷത്തിലെങ്കിലും ജന്മദിനം കഴിച്ചിട്ടുണ്ടോ? പോട്ടെ, നബി മരണപ്പെട്ടതിന് ശേഷം അവർ ജന്മദിനം കഴിച്ചിട്ടുണ്ടോ? നബിദിനം കഴിക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു വാദമില്ല. നേരെ മറിച്ച് അത് പിൽക്കാലത്ത് 3 നൂറ്റാണ്ടിന് ശേഷം. അത് ആര് കൊണ്ടുവന്നു? വ്യതിയാന കക്ഷികളിൽപ്പെട്ട ഷിയാക്കൾ, ഷെയ് വിശ്വാസം പേർന്ന ഉബൈദികൾ. അവരാണ് 6-ാം നൂറ്റാണ്ടിന് ശേഷം ഈ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ നബിദിനാഘോഷം കൊണ്ടുവരുന്നത് ഇമാം മഖ്രിസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നബിദിനം കഴിക്കുന്നവർക്കാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന പോലെ തന്നെ നബിദിനം പണ്ടൊന്നുമില്ല. അത് ഹിജറ 300-ന് ശേഷം വന്നതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഹിജറ 300-ന് ശേഷം വന്നതല്ല. അത് ഹിജറ 300-ലുണ്ടായിരിക്കണം. ഖൈറുന്നാസി ഖർനി, ജനങ്ങളിൽ ഉത്തമർ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന അലൽ അസർ, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ. സുമ്മല്ലദീന അലൽ അസർ, പിന്നെ തൊട്ടുപിറകെ വരുന്നവർ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിശേഷമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുറബ്ബിൽ കഅബ അദ്ദേഹം പറഞ്ഞു, ദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയിലേക്ക് ചെന്നു. ഫൈദാ അംർ ഇബ്നുൽ ആസ് ജാലിസുൻ ഫി ളിൽ കഅബ, അപ്പോഴത് അംർ ഇബ്നുൽ ആസ് അദ്ദേഹം കഅബയുടെ തണലിൽ ഒരു തണലുള്ള ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. വന്നാസു മുജ്തമിഊന അലൈഹി, ആളുകളൊക്കെ അദ്ദേഹത്തെ പൊതിഞ്ഞിരിക്കും, ചുറ്റുപാടും കൂടിയിരിക്കുന്നു. ഫഅതൈതുഹും ഫജലസ്തു ഇലൈഹി, ഞാനും അവരുടെ കൂടെ ചെന്നിരുന്നു. ഫഖാല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. അപ്പോൾ അംർ ഇബ്നുൽ ആസ് പറയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫനസൽനാ മൻസില, ഞങ്ങൾ ഒരു സ്ഥലത്തിറങ്ങി. ഫമിന്നാ മൻ യുസ്ലു ഖിബാഅ വമിന്നാ മൻ യൻതളിൽ വമിന്നാ മൻ ഹുവ ഫീ ജശരി. ഞങ്ങളുടെ കൂട്ടത്തിൽ പല പണികളും, അതായത് യാത്രയിൽ വിശ്രമിക്കുന്ന സമയത്ത് പിന്നെ വെള്ളം കോരാൻ പോയ ആൾക്കാരുണ്ട്, വെള്ളപാത്രങ്ങൾ ശരിയാക്കി വെക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ അമ്പിനൊക്കെ യുദ്ധയാത്രയൊക്കെയാണെങ്കിൽ അമ്പ് കേട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കുന്നവരുണ്ട്, അമ്പ് ശരിയാക്കി വെക്കുന്നവരുണ്ട്, അത് അടുക്കി പെറുക്കി വെക്കുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ പല ജോലികളിലാണ് ഓരോരുത്തരും. ഇതിനാദാ മുനാദി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിയുടെ വിളിച്ചു പറയുന്ന ഒരാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു ജാമിഅ, നിസ്കരിക്കാൻ സമയമായി, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഫജ്തമഅനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാര സമയമായപ്പോൾ യാത്രയിലാണെങ്കിലും സംഘമായിട്ടാണെങ്കിലും അവർ ഒരുമിച്ച് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. വഖാല, അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു ഉപദേശമാസം, ഒരു വസിയത്ത് കൊടുത്തതിന് ശേഷം നിസ്കാരം തുടങ്ങിയത്. നിസ്കരിക്കുന്നതിന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ നബി വസിയത്ത് കൊടുക്കാറുണ്ട്. എന്താ വസിയത്ത്? ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബലി, എന്റെ മുമ്പ് ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി, അദ്ദേഹത്തിന് ബാധ്യതയില്ലാതെ അൻ യദുല്ല ഉമ്മത്തഹു, തന്റെ ഉമ്മത്തിനെ അറിയിച്ചു കൊടുക്കണം, അലാ ഖൈരിൻ, ഒരു നന്മ. അപ്പോൾ ഒരു നബിയും
ദുനിയാവിൽ പരലോകത്ത് പ്രയോജനം കിട്ടുന്ന ഒരു ദീനുണ്ടെങ്കിൽ ആ ഒരു നബിയും അത് ജനങ്ങളെ, തങ്ങളുടെ അനുയായികളെ പഠിപ്പിച്ചു കൊടുക്കാതെ എന്റെ മുമ്പ് ഒരു നബിയും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അലാ ഖൈരിൻ മാ യഅലമുഹുലഹും, അവർക്ക് അറിഞ്ഞിരിക്കേണ്ടതായ ഖൈർ അവർ പഠിപ്പിക്കും. വയുൻദിറഹും ശർറ മാ യഅലമുഹുലഹും, അവർ അറിഞ്ഞിരിക്കേണ്ടതായ ഷർറ്, അതിനെക്കുറിച്ച് താക്കീത് നൽകാതെ, ഇതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് താക്കീത് നൽകാതെ ഒരു നബിയും കടന്നുപോയിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. പരലോകത്ത് നമുക്ക് പ്രയോജനം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നബി പഠിപ്പിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾ അത് അനുവർത്തിച്ചിട്ടില്ല. താബീങ്ങൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ, അതും യഥാർത്ഥത്തിൽ ഇർബലിലെ രാജാവുണ്ടല്ലോ, അഴിമതിക്കാരനാണ്, തെമ്മാടിയാണ്, വലിയ ചുങ്കം വാങ്ങുന്നയാളാണ്, നാട്ടുകാർക്ക് മുഴുവൻ അയാളെ കുറിച്ച് പരാതിയാണ്. ആ പരാതി ഒതുക്കാൻ ഏത് കാലത്തും രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്തിടും, ആളുകൾ അതിന്റെ പിന്നാലെ പോയിക്കോളും. അപ്പൊ ഇതങ്ങ് അഴിമതി അങ്ങ് മറക്കും. ഇത് ഇന്ന് തുടങ്ങിയൊന്നല്ല, പണ്ടേ ഉള്ളതാ. അപ്പൊ ഇർബല രാജാവ് എന്ത് ചെയ്തു? മൂപ്പര് ഒരു പ്രസ്താവന ഇറക്കി, റബീഉൽ അവ്വൽ മാസം വന്നാൽ നാട് നീളെ തോരണം തൂക്കണം, പ്രത്യേക ഉത്സവങ്ങൾ നടത്തണം. ആദ്യമായിട്ട് ആരോ ഒരു നമുക്ക് പറഞ്ഞു കൊടുത്താണ്, രാജാവിന് ഒരു ഉപദേശം കൊടുത്താണ്, അയാളത് ചെയ്തു. അങ്ങനെ ഇർബലിലെ രാജാവ് അയാളെക്കുറിച്ചുള്ള അഴിമതിയും തോന്നിവാസവും ജനങ്ങളിൽ മറച്ചു വെക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു സംഗതിയാണ് ഈ ഫാത്തിമകൾ കൊണ്ടുവന്ന, ഉബൈദികൾ കൊണ്ടുവന്ന, പിഴച്ച ഷിയകൾ കൊണ്ടുവന്ന യഹൂദ വിശ്വാസത്തിന്റെ അനന്തരമാണല്ലോ ഷിയാക്കളിൽ ഉണ്ടാവുക. ഷിയാക്കളെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അതാണ്, അതിന്റെ ഭാഗമാണ് നബിദിനവും. നബിദിനം ഷിയായിസമാണ്. നബിദിനം ഷിയായിസമാണ്. ഷിയാക്കൾക്ക് നബിദിനം മാത്രമല്ല, അലി ദിനമുണ്ട്, ഹസൻ ഹുസൈൻ ദിനങ്ങളുണ്ട്, ഫാത്തിമ ദിനമുണ്ട്. അങ്ങനെ അവർക്ക് അവരുടെ ഇമാമുകളുടെ പേരിൽ ദിനങ്ങളുണ്ട്. അങ്ങനെ ദിനാചരണം നടത്തുന്ന യഹൂദ ക്രൈസ്തവരുടെ രീതി, പാരമ്പര്യം അതങ്ങനെ തന്നെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളെ പിന്തുടർന്നവരാണ് നമ്മുടെ നാട്ടിലെ ഖമറുലമാരും മുടിക്കച്ചവടക്കാരും. നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ, ഏതൊരു ഇബാദത്തും അത് നബിദിനമാകട്ടെ, ലം യതഅബ്ബദ് ബിഹാ സഹാബ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അവർ ഇബാദത്തായി അത് ചെയ്തിട്ടില്ല എങ്കിൽ ഫലാ തതഅബ്ബദു ബിഹാ, ആ ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്. നബിദിനം ഒരു ഇബാദത്താണെങ്കിൽ അത് സ്വഹാബികൾ ചെയ്തിട്ടില്ല. സ്വഹാബികൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഇബാദത്ത് നിങ്ങൾ ഇബാദത്തായി ചെയ്യരുത്. ഫൈനൽ അവ്വല ലം യദലിൽ ആഖിരി മഖാല, പൂർവികർ പിൽക്കാലക്കാർക്ക് വേണ്ടി ഒരു വിഷയവും വിട്ടേച്ചു പോയിട്ടില്ല. അവർ ചെയ്യാത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇനി ബാക്കി വരുന്നവർ ചെയ്യട്ടെ എന്ന് കരുതി അവർ അനുഷ്ഠിക്കാതെ ഒരു ഇബാദത്തും വിട്ടുപോയിട്ടില്ല. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യാനുണ്ടെങ്കിലും അത് നമുക്ക് മുമ്പേ സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തത്രയും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാ വസ്തുത. അല്ലാതെ അവർ കുറച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത തലമുറ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടേച്ചു പോയിട്ടില്ല. ഫത്തഖുല്ലാഹ യാ മഅ്ശറൽ ഖുറാ, ഖാരികളുടെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുവിൻ. ഖുദൂ ത്വരീഖ മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗം പിൻപറ്റുവിൻ, സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും മാർഗം പിൻപറ്റുവിൻ എന്ന് ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാനിന്റെ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നബിദിനം കഴിക്കുന്നത് ഇസ്ലാമല്ല, അത് യഹൂദിസമാണ്, അത് ഷിയാക്കളുടെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം നാട്ടുകാർ ചെയ്യും, നമ്മളെന്തിനാ മിണ്ടാൻ പോണത്? അവരങ്ങനെ ചെയ്തോട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അവരവരുടെ വിശ്വാസം ജീവിച്ചോട്ടെ, നിങ്ങൾ അങ്ങനെ അവനവന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. അങ്ങനെ ആരും വിശ്വാസം ആരും രക്ഷിക്കാനൊന്നും പോകുന്നില്ല. രക്ഷിക്കുന്ന വിശ്വാസം ഏതാണ് എന്നുള്ളത് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നന്നായി പഠിക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. അതിന് ഘടകവിരുദ്ധമായി ശിർക്കും കുഫറും ബിദ്അത്തും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇളവ് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് പഠിപ്പിക്കേണ്ടത്. അള്ളാഹ് ഇളവ് തരും, നിങ്ങളെ കൊണ്ട് ഇതുവരെ ചെയ്താലേ തുടർന്നോളൂ എന്നല്ല പഠിപ്പിക്കേണ്ടത്. ഒരു പക്ഷേ അള്ളാഹു ഇളവ് കൊടുത്താൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇതിനൊക്കെ ഇളവ് കിട്ടുമെന്നല്ല പഠിപ്പിക്കേണ്ടത്. ഇളവൊരിക്കലും കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും എണീറ്റ് വരാൻ കഴിയാത്ത നരകത്തിലാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ, ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഉഈദു ഫീഹാ, ആ നരകത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് അവർ മടക്കപ്പെടും. നരകത്തിൽ വീഴുന്ന ഒരാൾക്ക് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? നരകത്തിൽ വീഴുന്ന ആൾ ആദ്യം എന്താ ചിന്തിക്കുക? എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ചിന്തിച്ചാൽ കുടുങ്ങി അടിയിലേക്കാ പോവുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുമ്പോഴെല്ലാം അതിന്റെ കൂടുതൽ വേദനയും യാതനകളും നിറഞ്ഞു നിൽക്കുന്ന ആഴങ്ങളിലേക്ക് മടക്കപ്പെടുമെന്ന താക്കീതാണ് ഖുർആൻ നൽകിയിട്ടുള്ളത്. ഗം, ദുഃഖം, കൊടിയ ദുഃഖം എന്നാണ് നരകത്തെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശിർക്കും കുഫറും നമ്മൾ ഒഴിവാക്കണം. ഈ മുടിക്കച്ചവടവും പൊടിക്കച്ചവടവും നമ്മൾ ഒഴിവാക്കണം. ഈ പൗരോഹിത്യത്തിന്റെ കെട്ടുകളിൽ നിന്നും ഈ ഉമ്മത്ത് രക്ഷപ്പെടണം, അവരെ നമ്മൾ രക്ഷപ്പെടുത്തണം. അത് നമ്മൾ കുറച്ചുകൂടി പണിയെടുക്കണം.
ഈ ഖബറുൽ ഉലമമാരുടെയും സുൽത്താനുൽ ഉലമമാരുടെയും ശംസുൽ ഉലമമാരുടെയും ഇങ്ങനെ ഇസ്ലാമിനെ വക്രീകരിച്ച് അത് യഹൂദിയത്തിന്റെ തനിപ്പകർപ്പാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെയും കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ദീൻ നന്നായിട്ട് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പുരോഹിതന്മാർക്ക് അള്ളാഹു അർഹിക്കുന്ന അവസ്ഥ നാളെ പരലോകത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വയം പിഴയ്ക്കുകയും ഈ ഉമ്മത്തിനെ പിഴപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നന്നായി പഠിക്കുക, ഈമാൻ അടിയറച്ച് നിൽക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.